മാത്യു ബ്രദറെ, വേറൊരു കാര്യം കൂടെ. പിന്നെ ഇവർ വ്യക്തി അധിക്ഷേപം ശരിക്കും നടത്തുന്നുണ്ട്. കാരണം ഞാൻ മാത്യു ബ്രദറിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ എന്താ പറഞ്ഞ പലതേക്കുറിച്ചും. അപ്പം ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ അങ്ങനെ ഈ പറഞ്ഞ വ്യക്തി അധിക്ഷേപം നടത്തുന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ വരുമ്പോ വ്യക്തിയാണ് അവരെ കൊണ്ട് പറ്റുന്നത്. കാരണം നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ഒരുത്തർ പറയുക, നമ്മളെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊക്കെ അവരെ കൊണ്ട് പറ്റത്തുള്ളൂ. കാര്യം ഈ മുഹമ്മദ് ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ വേറൊരു വേർഷനാണ് ചെയ്തത്. കാരണം മുഹമ്മദ് അവിടെ പ്രവാചകനാണ്, ഞാൻ പ്രവാചകനാണെന്നും പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു, നീ പ്രവാചകനാണെങ്കിൽ അത്ഭുത പ്രവൃത്തി ചെയ്യൂ, ഞങ്ങളൊന്ന് കാണട്ടെ. മുഹമ്മദിനെ കൊണ്ട് കഴിഞ്ഞില്ല. മുഹമ്മദ് എന്ത് ചെയ്തു? അവിടുന്ന് കണ്ടം വഴി ഓടുകയാണ് ചെയ്തത്. മക്കയിൽ നിന്ന് മദീനയിൽ വരെ അവിടുന്ന് കണ്ടം വഴി ഓടി. അതിനുശേഷം ഇപ്പൊ ഇവരിപ്പോ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താ, നബിയെ അവിടെ വെച്ചിട്ട് അവിടുത്തെ ഉണ്ടായിരുന്ന ആളുകള് ഭയങ്കരമായിട്ട് അങ്ങ് ഉപദ്രവിച്ചു. നമ്മുടെ മുസാഫിർ വന്നിട്ടുണ്ട്, മോനു, ഭയങ്കരമായിട്ട് അങ്ങ് ഉപദ്രവിച്ചു എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. അപ്പൊ ഇതേപോലെ പച്ചക്കള്ളമാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ചിട്ട് പച്ചക്കള്ള ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നലെ തുടങ്ങിയതല്ല. ഇസ്ലാം ഉണ്ടായ കാലം മുതലേ ഈ തക്കിയ ഉണ്ട്, നുണയുണ്ട്, പച്ചക്കള്ളമുണ്ട്. അവിടെയുള്ള ആളുകളെ കുറിച്ചിട്ട് ഇതുപോലെ സമൂഹത്തെ കുറിച്ചിട്ടും എല്ലാം ഇതേപോലെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഗോത്ര മതമാണ് ഈ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്നത്, ഒരു പാഗൻ മതം. ചേട്ടായി, ഈ പാഗൻ മതം എങ്ങനെയാണ് 200 കോടിയിലെത്തിയത്? ഒരു മിനിറ്റ് അവിടെ നിക്ക് മുസാഫറെ. മാത്യു ചേട്ടാ, അപ്പൊ എനിക്ക് പറയട്ടെ. അപ്പോ ഈ അങ്ങനെയുള്ള ഈ അനുയായികളിൽ നിന്ന് ഒരു മാന്യതയുടെയോ അല്ലെങ്കിൽ എന്തോ ഒരു സംസ്കാരത്തിന്റെ രീതി പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കാര്യം ഇവരുടെ പ്രവാചകനും എല്ലാം പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന രീതി അതാണ്. അല്ലല്ല, ഞങ്ങളെ അപ്പൊ പിന്നെ ഇവരിൽ നിന്ന് ഇവരോട് നമ്മള് ഒരു മുന്നേ അപ്പൊ മോന് ഒരു സെക്കൻഡ്. ഇവിടെ ഇപ്പൊ തന്നെ മാന്യത കണ്ടില്ലേ? ഇപ്പൊ നമ്മളൊരു സ്പീക്കേഴ്സ് പാനലിൽ കയറി വന്നിട്ട് മൈക്ക് എടുക്കാൻ പാടുള്ളൂ. ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പാടുള്ളൂ. നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കും, അവസരം തരും. അനാവശ്യം പറയുമ്പോ അനാവശ്യമല്ല, നിങ്ങൾ ഇവിടെ കയറി വന്നു അനാവശ്യം പറയുന്നതല്ല. നിങ്ങൾക്ക് റിഫ്യൂട്ട് സമയമുണ്ട്. നിങ്ങളത് മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കും, നിങ്ങൾക്ക് സമയം തരും. ഓക്കെ, ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. മാത്യു വെറുതെ കണ്ടിന്യൂ ചെയ്തു. അതിഥിയെ വിളിച്ചു വരുത്തി അപമാനിക്കലാണ്. താങ്കൾ താഴെ പോയിരിക്കുക. സംസാരിച്ച് കഴിഞ്ഞിട്ട് മേളിലോട്ട് ഇരുന്നാൽ മതി. അപ്പോ ഇത്തരത്തിലുള്ള ഒരു പ്രവാചകന്റെ, അതും പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം, ലോകത്തില് ഒരു മനുഷ്യനും മാതൃയാക്കാൻ കൊള്ളില്ലാത്ത, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെ ആകരുത് എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ടുള്ള ഒരു വ്യക്തിയുടെ അനുയായികളാണ് ഇവരെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യൻ എങ്ങനെ ആകരുത്, അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് പോലും കൂട്ടാൻ കൊള്ളുവല്ലാത്ത ഒരു വ്യക്തിയാണ് ഇവര് മാനവരിൽ മഹോന്നതൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാള് നോക്കണം, എന്താണ്, ഒരു 10-52 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ പോയിട്ട് തന്റെ കൊച്ചുമകളാകാൻ പ്രായമുള്ള ഒരു കുഞ്ഞിനെ പോയിട്ട്, എടുത്തുകൊണ്ട് നടക്കേണ്ട ഒരു കുഞ്ഞിനെ പോയിട്ട് വിവാഹം കഴിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. സാമാന്യ ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്നതാണോ? അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പൊ അത്രയ്ക്കും കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന, പോട്ടെ, ഒരു സ്ത്രീ മരിച്ച് എന്റെ ഭർത്താവുമായിട്ടൊരു യുദ്ധത്തില്, ഒരു സമൂഹമായിട്ടുള്ള ഒരു ഗോത്രമായിട്ടുള്ള യുദ്ധത്തില് ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു, എന്നിട്ട് ആ സ്ത്രീയെ രാത്രി കൊണ്ടുപോയിട്ട് ഭോഗിക്കുന്നു. ഇതൊരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ, ഒരു മനുഷ്യൻ ഹൃദയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ ചെയ്യുവോ? അന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ കൂടിയിട്ടും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ദുഃഖമൊക്കെ മാറിയിട്ടാണെങ്കിൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാം. ഇത് അന്ന് തന്നെ പോയിട്ട് അവരെ പീഡിപ്പിക്കുക, ഭോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യ മനസ്സില്ലാത്ത ഒരുത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് മാനവരിൽ മഹോന്നതൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ഒക്കെ ഇത് വിഴുങ്ങുമോ? അത് വിശ്വസിക്കുമോ? അതൊക്കെ ഇത് അന്ധമായിട്ട് ആ ഒരു ക്രിമിനലിന് തലച്ചോറ് പണയം വെച്ച ആളുകളല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ ലോകത്ത് ഇവര് 10 ഏറ്റവും വലിയ കൊടും കുറ്റവാളികൾ എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഒരു 10 പേരുണ്ടെങ്കിൽ അവരെ ഒന്ന് എടുക്കും. എന്നിട്ട് നമുക്ക് നോക്കാം ആരാണ് മികച്ചത്. മികച്ചതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഭേദം ആരാണ്. ഈ പറയുന്ന മുഹമ്മദാണ് ആ കൊടും കുറ്റവാളികളാണോ എന്ന് നമുക്ക് നോക്കാം. അത് മുഹമ്മദാണ്. കാരണം
ആ കൊടും കുറ്റവാളികള് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മരണത്തോട് കൂടിയിട്ട് അവർ ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി അവിടെ കഴിഞ്ഞു. അവർ ലോകത്തോട് ഇനി നിങ്ങൾ ഇന്നതുപോലെ ചെയ്യണം ഇന്നതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു വിഷം അവർ സമൂഹത്തിലേക്ക് കുത്തി വെച്ചിട്ടില്ല. ആ വ്യക്തി എന്ന് പറയുന്ന ക്രിമിനൽ കഴിഞ്ഞപ്പോ അയാളുടെ ജീവിതവും അയാളുടെ ആശയം അവിടെ കഴിഞ്ഞു. പക്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അന്ന് മരിച്ചിട്ട് ഇന്നും അയാൾ കുത്തിവെച്ചിരിക്കുന്ന വിഷം സമൂഹത്തിലേക്ക് പടർത്തി വിട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് അയാൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അള്ളാഹുവിനും അവന്റെ ദൂതലിലും വിശ്വസിക്കാത്തവരോട് എന്ന് യുദ്ധം ചെയ്യുക, അവരെ പിടിച്ചിട്ട് കൈകാലുകൾ എതിർദിശയിൽ വെട്ടിക്കളയുക, അവർ ക്രൂശിച്ചു കൊല്ലുക, വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ പതിയിരിക്കുക, അവരോട് യുദ്ധം ചെയ്യുക, പെടലേക്ക് നോക്കി വെട്ടുക, ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇതേ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതില് ഈ അള്ളാഹു എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കുക്കുടാച്ചി നാക്കാം. കുക്കുടാച്ചി ദേവനും അവന്റെ ദൂതലിനും വിശ്വസിക്കാത്ത ആളുകളെ നിങ്ങൾ പതിയിരുന്ന് വെട്ടിക്കൊല്ലാനോ ഒരിടത്തുനിന്ന് എഴുതി വെക്കുക. എന്നിട്ട് മുസ്ലിങ്ങളോട് ചോദിച്ചു നോക്കുക, നിങ്ങൾ ഇതേപോലെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണോ? ഇത് ദൈവികമാണോ? നിങ്ങൾ പുണ്യമാസം കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന് അടുത്ത് ഉള്ള ഈ കുക്കുടാച്ചി ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകളോടൊക്കെ യുദ്ധം ചെയ്യണമെന്ന് പഠിപ്പിച്ച് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു നോക്കി. ഇവർ അംഗീകരിക്കാൻ തയ്യാറാകുമോ? ഇല്ലല്ലോ. പക്ഷെ എന്തുകൊണ്ട് അത് ഇവരുടെ ഖുറാനിൽ വന്നപ്പോഴേക്ക് മാത്രം അംഗീകരിക്കുന്നു? അതിന് കാരണം ഒന്നേ ഉള്ളൂ, ആ പഠിപ്പിച്ച ആളുകൾ ആരാണ് പഠിപ്പിച്ചത്? അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഈ പഠിപ്പിച്ചതിൽ ശരിയോ തെറ്റുണ്ടോ നോക്കിയിട്ടല്ല ഇവരിത് അംഗീകരിക്കുന്നത്. നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതൊരു അംഗീകരിക്കേണ്ട പ്രത്യയശാസ്ത്രമാണോ, ആശയമാണോ, ഇതല്ലേ നമ്മൾ നോക്കേണ്ടത്. അതല്ലാതെ എന്റെ ആളുകള് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആളുകൾ വേണമെങ്കിൽ തീവ്രവാദം പറഞ്ഞത് കൊണ്ട് അത് ശരിയാകും എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അതെങ്ങനെ ദൈവികതയാകും? അതൊരിക്കലും ദൈവികതയല്ലല്ലോ. ഒരു ദൈവത്തിന് വന്നിട്ട് ഇങ്ങനെ സ്വന്തം സൃഷ്ടിയെ അത് നോക്കണം. മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്തമ സവിശേഷതയുള്ള സൃഷ്ടിയാണ്. മനുഷ്യനെ പോലെ സവിശേഷതയുള്ള വേറൊരു ജീവിയെയും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഇത്രയും വളരെ മികച്ച രീതിയിൽ സൃഷ്ടിച്ച ഒരു മനുഷ്യനെ ഇവിടെ പോയിട്ട് എന്നെ ആരാധിക്കാത്ത ആളുകളെല്ലാം നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് വെട്ടിക്കൊല്ലടാ എന്നൊരു ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തൊരു ദൈവമാണ്? അത് പറയുന്നത് എന്താണ്? ദൈവത്തിന് മതവും കൂടെ ഉണ്ട്. അള്ളാഹുങ്കൽ മതം എന്നാൽ അത് ഇസ്ലാം അത്രേ. എങ്ങനെയാണ് ദൈവത്തിന്റെ തന്നെ സൃഷ്ടിയെ മതത്തിന്റെ പേരിൽ അങ്ങ് വേർതിരിക്കാൻ പറ്റുന്നത്? ദൈവത്തിന് എവിടെയെങ്കിലും മതമുണ്ട്? ബൈബിള് പറയുന്നത് എന്താണ്? ദൈവത്തിങ്കിൽ മതമില്ല, സോറി, ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിങ്കിൽ മുഖപക്ഷമില്ലല്ലോ, യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല, രക്ഷ എല്ലാവർക്കും എന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ബൈബിള് പറയുന്നു, യേശുക്രിസ്തുവിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അവൻ ലോകത്തിലേക്കുള്ള ഏവർക്കുമുള്ള രക്ഷ എന്നാണ് യേശുക്രിസ്തുവിനെ പറയുന്നത്. എല്ലാവർക്കും, അതിനകത്ത് ജാതിയോ മതമോ ഇല്ല. യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, അവനെ സ്വീകരിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. എല്ലാവർക്കും ഉള്ള കാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു സമുദായത്തിനോ ഇതൊന്നും അല്ല. നിങ്ങൾക്ക് രക്ഷ വേണോ, ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം. അതാണ് ഉത്തമ സ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഒരു മതത്തിന്റെ കണ്ണിലൂടെ മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും മതത്തെ നിങ്ങൾ ഇന്നൊരു മതത്തിലേക്ക് പോവാ, എന്നിട്ട് എന്റെ പേര്, ഈ കുക്കുടാച്ചി ദൈവത്തിന്റെ പേര് 4-5 പട്ടം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം മോചിച്ച് തരും എന്ന് പറയുന്നത് അത് എന്തൊരു ദൈവികതയാണ്? ഇതൊരു സ്വജനപക്ഷപാതമാണ്. ഇതൊരു മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നുണ്ടാകുന്നത് ആണ്, അല്ലാതെ ഇത് ഒരിക്കലും ദൈവികമല്ല. ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ഉണ്ടാകുന്നത് ദൈവത്തിന്റെ പേരിൽ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതാണ് ഈ ഖുറാനിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഖുറാനിൽ കാണാൻ കഴിയുന്നത്, നബിയെ നിനക്ക് ഇഷ്ടമുള്ള സ്ത്രീകളെയൊക്കെ നിനക്ക് വിവാഹമൂല്യത്തിന് വേണ്ടി ഞാൻ അനുവദിച്ചു തന്നിരിക്കുന്നു. ഒരു ദൈവത്തിന് എന്താണ് ഒരാളുടെ പിമ്പായിട്ട് അവിടെ പോയി പ്രവർത്തിക്കേണ്ട എന്താവശ്യമാണുള്ളത്? ദൈവം അങ്ങനെയാണോ? എന്റെ പൊന്നു മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക. ഇതൊരു മനുഷ്യന്റെ മാത്രം ബുദ്ധിയിൽ വിരിഞ്ഞ കാര്യമാണ്. ഈ മനുഷ്യന്റെ സ്വന്തം ആവശ്യങ്ങൾ നേരാൻ വേണ്ടിയിട്ട് ദൈവം എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കി അതിലൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് യഥാർത്ഥ ദൈവമല്ല. ഇതൊരു ദൈവികമല്ല. ഒരു ദൈവം പോയിട്ട് പറയാണ്, മുഹമ്മദിന്റെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അധികം നേരം അവിടെ നിൽക്കരുത്, നിങ്ങൾ അവിടുന്ന് വിട്ടുപൊക്കണം, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അത് പറയാൻ നിങ്ങളോട് പറയാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടില്ലെന്ന്. അതായത് ഒരു മനുഷ്യന്റെ വീട്ടിലെ ഒരു PA പോലെ പോയിട്ട് ദൈവം അവിടെ നിന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്യു ബ്രദറെ, ഈ പറഞ്ഞതാരാ മാത്യു ബ്രദറെ? അന്നേരം ഇങ്ങനെ പറഞ്ഞതാരാ? ഇങ്ങനെ പറഞ്ഞത് അല്ലാഹു.
നാണമില്ലെന്നാ പറഞ്ഞത്. അതെ, അള്ളാഹുവിന് നാണം സമ്മതിച്ചു. അള്ളാഹു അള്ളാഹുവിന് അത് പറയാൻ നാണമാണ്. അല്ല, സോറി, മുഹമ്മദിന് അത് പറയാൻ നാണമാണ്, അള്ളാഹുവിന് പറയാൻ നാണമില്ല. അപ്പൊ ഈ അള്ളാഹു ആണല്ലോ ഇത് പറയുന്നേ. ഈ പിന്നെ വീട്ടിൽ നിന്ന് എല്ലാരും ഇപ്പൊ തന്നെ പോണോന്ന് പറയുന്ന അള്ളാഹു ആണല്ലോ. അപ്പൊ ഇത് അള്ളാഹു നേരിട്ട് എന്ന് പറഞ്ഞാണോ അതോ മുഹമ്മദ് വഴി അള്ളാഹു പറഞ്ഞാണോ എന്നാണ് എന്റെ ചോദ്യം. ബ്രദർ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ദബ്ബ അടിക്കും. കഥയിൽ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. ചോദ്യം. അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ ഈ നാളം കെട്ടവൻ ആരാണെന്നുള്ള ചോദ്യത്തിന് പ്രസക്തി കയറും. പറഞ്ഞു കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ആയിട്ടല്ലോ. അത് റെഡിമെയ്ഡ് മുഹമ്മദ് ആയതല്ല. അത് റെഡിമെയ്ഡ് ആയതല്ലായിരുന്നു. പുള്ളി പേപ്പറിൽ വേണമെങ്കിൽ അങ്ങോട്ട് എഴുതിയിട്ട് ഇട്ട് കൊടുക്കുക അങ്ങോട്ടായിരിക്കും ചെയ്തത്. അപ്പൊ അത്തരത്തിൽ ചോദ്യത്തിലൊന്നും പ്രസക്തിയില്ല, ബുദ്ധിമുട്ടിക്കില്ലേ. അത് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ ഒരു വിഷം കൊടുത്ത് കൊന്ന ആളെ മരിച്ചു എന്നാണ് പറയുള്ള, വിഷം കൊടുത്ത് കൊന്നു എന്നാണ്? വിഷം കൊടുത്ത് മരിച്ചു എന്ന് പറയും, അതെ വിഷം കൊടുത്ത് കൊന്നു എന്ന് പറയും? നമ്മള് സാധാരണ പറയുന്ന വിഷം കൊടുത്തു കൊന്നു എന്നാണ്. അസാസിനേറ്റ് ചെയ്തെന്ന് ഇംഗ്ലീഷിൽ പറയും. അസാസിനേറ്റ്. മധ്യപ്രദേശ് കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഇതിനിടയ്ക്കുള്ള ലോജിക്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ദൈവമാണ്. ഇതൊരു മനുഷ്യന്റെ ഒരു സൃഷ്ടിയിൽ ഉണ്ടായിരിക്കുന്ന ദൈവമാണ്, അല്ലാതെ ഒരു യഥാർത്ഥ ദൈവമല്ല. നിങ്ങളുടെ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്, ഒരുപാട് എന്താണ് ആയത്തുകളുണ്ട്. നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുമോ ഈ അള്ളാഹു എന്ന് പറയുന്നത് ഒരു മക്കയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗോത്രദേവൻ മാത്രമാണ് എന്നുള്ളതിന് തെളിവുകൾ നിങ്ങളുടെ ഖുറാനിലുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം. അതായത് ഖുറാൻ വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം, അള്ളാഹുവിന് പുറമെ നിങ്ങൾ പൂജിക്കുന്ന യാതൊരു ദൈവങ്ങളും നിങ്ങൾക്ക് സഹായം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതായത് അള്ളാഹു പറയുന്നത്, എന്നെ കൂടാതെ നിങ്ങൾ ഇവിടെ വേറെ ഒക്കെ ദൈവങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതൊന്നും നിങ്ങൾക്കൊന്നും ഒരു സഹായം ചെയ്യത്തില്ലെന്നാണ് ഈ അള്ളാഹു പറയുന്നത്. എന്നിട്ട് വേറെ ആയത്തുകൾ പറയുന്നു, അള്ളാഹു സൃഷ്ടാക്കളിൽ ഏറ്റവും ഉത്തമൻ തന്നെ. അപ്പൊ അള്ളാഹു ക്ലെയിം വെക്കുന്നത് എന്താണ്? സൃഷ്ടാക്കളൊക്കെ കുറെ പേരുണ്ട്, പക്ഷെ ഞാൻ തന്നെയാണ് കേട്ടോ ഏറ്റവും ഉത്തമൻ, ബാക്കിയുള്ളവരൊന്നും അത്രയ്ക്കും പോരാ. ഇനി ബാക്കിയുള്ള ആളുകൾ എന്തായിരിക്കും പറയുക? ഈ അള്ളാഹു പറയുന്ന അതേ ക്ലെയിം തന്നെയല്ല അവരും പറയുന്നത്. അവരും എന്തായിരിക്കും സ്വാഭാവികമായിട്ട് പറയുക? ഞാനാണ് ഏറ്റവും ഉത്തമൻ. ഈ അള്ളാഹു ഈ ബാക്കി ടീമുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അവരെ കൊണ്ടൊന്നും അത്ര പോരാ. ഈ അള്ളാഹു എന്താണോ വെക്കുന്നത് അതായിരിക്കും അവർക്കും പറയുന്നത്. അപ്പൊ വ്യക്തമാണ്, ഈ അള്ളാഹു എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന അനേകം ദൈവങ്ങളിൽപ്പെട്ട ഒരു ദൈവം മാത്രമാണ്. എന്നിട്ട് ഖുറാനിൽ പറയുന്നു, വേറെ ആയത്തുകളുണ്ട്, ഒരു മുട്ടുസൂചി പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത ആരാധിക്കുന്നത്. അല്ല, ഒന്നും സൃഷ്ടിക്കാൻ കഴിയാത്തവയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് അള്ളാഹുവിന് മാത്രമേ എന്ത് സൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ, ബാക്കിയുള്ള ദൈവങ്ങൾക്ക് ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ ആയത്തുകൾ പറയുന്നു, യാതൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയില്ലാത്തവയാണോ നിങ്ങൾ ആരാധിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ ഖുറാനിൽ തന്നെ അള്ളാഹു പറയുന്നത് എന്താണ്? സൂറ 13 അത് ഇടിനാദം. ഇവിടെ ഖുറാനിലെ ഇടിനാദത്തിന്റെ 16 അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്നിട്ട് ഈ അള്ളാഹു എന്താണ് പറയുന്നതെന്ന് ചോദിക്കുക. ആകാശഭൂമികളുടെ നാഥൻ പറയുക, അള്ളാഹു അവരോട് പറയുക, എന്നിട്ടും സ്വന്തത്തിന് പോലും ഗുണമോ ദോഷമോ വരുത്താനാവാത്തവരെയാണോ നിങ്ങൾ അള്ളാഹുവെ കൂടാതെ രക്ഷാധികാരികളാക്കിയിരിക്കുന്നത്? അപ്പൊ ഇവിടെ ഇത് തന്നെയാണ് പറയുന്നത്. ഒരു ഗുണവും ദോഷവും വരുത്താനാവാത്ത ആളുകളെയാണോ നിങ്ങൾ അള്ളാഹുവെ കൂടാതെ രക്ഷാധികാരികളാക്കി വെച്ചിരിക്കുന്നതെന്ന്. അപ്പൊ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, അള്ളാഹുവെ മാത്രമല്ല മറ്റുള്ള ദൈവങ്ങളെ അവിടുത്തെ ആളുകൾ ഇങ്ങനെ രക്ഷാധികാരി അല്ലെങ്കിൽ ദൈവമാക്കി അവിടെ വെച്ചിരിക്കുന്നു എന്നുള്ളത്. എന്നിട്ട് മുമ്പോട്ട് പറയാണ്, ചോദിക്കുക, കണ്ണുപൊട്ടനും കാഴ്ചയുള്ളവനും ഒരേപോലെയാണോ? ഇരുളും വെളിച്ചവും സമമാണോ? അതായത് ഇവരോട് ഉദ്ദേശിക്കുന്ന കണ്ണുപൊട്ടനും കാഴ്ചയുള്ളവനും ഉദ്ദേശിക്കുന്നത് ഈ അള്ളാഹുവും ബാക്കിയുള്ള ദൈവങ്ങളും ഒരുപോലെയാണോ എന്നാണ്. അതുപോലെ കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും ഒരേപോലെയാണ് ചോദിക്കുമ്പോൾ അള്ളാഹുവും ബാക്കിയുള്ള ദൈവങ്ങളും ഒരേപോലെയാണോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ല, അവരുടെ സാങ്കല്പിക സഹദൈവങ്ങൾ, ഇനിയുള്ള പോയിന്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയുള്ള പോയിന്റ് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോണം. അവരുടെ സാങ്കല്പിക സഹദൈവങ്ങൾ അള്ളാഹു സൃഷ്ടിക്കുന്നത് പോലെ തന്നെ സൃഷ്ടി നടത്തുകയും അത് കണ്ട് ഇരുവിഭാഗത്തിന്റെയും സൃഷ്ടികൾ അവർക്ക് തിരിച്ചറിയാതവുമാണോ ഉണ്ടായത്? അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? അള്ളാഹു സൃഷ്ടിക്കുന്നത് പോലെ തന്നെ
അവിടെയുള്ള ദൈവങ്ങൾ സൃഷ്ടി നടത്തി എന്ന് ഇവിടെ പറയുകയാണ്. അത് കണ്ടിട്ട് രണ്ടുപേരും ഉണ്ടാക്കിയത് തിരിച്ചറിയാതെ അവിടുത്തെ ആളുകൾക്ക് ആയി എന്ന്. അപ്പൊ ഇവിടെ മുൻപ് ഈ ഇവിടെ ഖുറാനിൽ തന്നെ യാതൊന്നും സൃഷ്ടിക്കുകയോ ഉപകാരം മുദ്രമോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ക്ലെയിമിനെ തന്നെ അള്ളാഹു ഇവിടെ തന്നെ ഖണ്ഡിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു സൃഷ്ടിക്കുന്നത് പോലെ തന്നെ സൃഷ്ടി നടത്തി എന്ന് ആരാണ് പറയുന്നത്? അള്ളാഹു തന്നെയാണ് പറയുന്നത്. അപ്പൊ പിന്നെ അള്ളാഹുവിനെ പോലെ തന്നെ സൃഷ്ടികർത്താക്കളായില്ലേ അവര്? അതേപോലെ തന്നെ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ സൃഷ്ടി ചെയ്യാൻ കഴിവുള്ള ദൈവങ്ങളല്ലേ അതുങ്ങളും. അപ്പൊ അള്ളാഹു എന്താണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്? അള്ളാഹു അതിന് തന്നെ ആപ്പ് വയ്ക്കുവാണ്. അപ്പൊ അള്ളാഹു മാത്രമല്ല സൃഷ്ടികർത്താവായിട്ടുള്ള ദൈവം ഖുറാനിലുള്ളത്. അള്ളാഹു സൃഷ്ടിക്കുന്നത് പോലെ തന്നെ അള്ളാഹുവിനൊപ്പമുള്ള ദൈവങ്ങൾ അവിടെ സൃഷ്ടി നടത്തി എന്നും അത് കണ്ടിട്ട് അവിടുത്തെ ആളുകൾക്ക് സംശയാലുക്കളായി പോയി എന്നും ഇവരുടെ ഗ്രന്ഥമാണ് പറയുന്നത്. ഇടിനാഥത്തിന്റെ 16. ഞാന് ഇതിൻ്റെ അകത്ത് എങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ പറയാം. എൻ്റെ കയ്യിൽ വേറൊരു ഖുറാനുണ്ട്, DC ബുക്സിന്റെ നിന്നും മേടിച്ചത്. കെ അബ്ദുൾ റഹ്മാൻ, PA കരീം, AK റൌഫ്, CN അഹമ്മദ് മൗലവി ഇവരുടെ ഖുറാനാണത്. അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? അതുമല്ലെങ്കിൽ അള്ളാഹുവിന് അവർ ചില പങ്കാളികളെ സ്ഥാപിച്ചു, ആ പങ്കാളികൾ അള്ളാഹു സൃഷ്ടിക്കും പോലെ തന്നെ സൃഷ്ടിച്ചു. എന്താണ്? ആ പങ്കാളികൾ അള്ളാഹു സൃഷ്ടിക്കുന്നത് പോലെ തന്നെ സൃഷ്ടിച്ചു. അവസാനം രണ്ടു കൂട്ടര് സൃഷ്ടികൾ അവർക്ക് സദൃശ്യങ്ങളായി തോന്നി. എങ്ങനെയുണ്ട്? അപ്പൊ പിന്നെ അള്ളാഹു ഇത്രയും നേരം ഊതിപ്പിരിപ്പിച്ചുകൊണ്ട് വന്ന എല്ലാം പൊളിഞ്ഞില്ലേ? അള്ളാഹു മാത്രമല്ല, അള്ളാഹു സൃഷ്ടിക്കുന്ന പോലെ തന്നെ ബാക്കിയുള്ള സൃഷ്ടികൾക്ക് തോന്നി. അള്ളാഹു ഇതിൽ അവർക്ക് യാതൊരു വ്യത്യാസം തോന്നിയില്ല എന്നാ പറയുന്നത്. രണ്ടും ഒരേപോലെ തോന്നി അവിടുത്തെ ആളുകൾക്ക്. അവർക്ക് സംശയാലുക്കളായെന്ന്. അപ്പൊ എന്റെ പൊന്നും മുസ്ലിം സഹോദരങ്ങളെ, ഖുറാൻ തന്നെ ക്ലെയിം ചെയ്യുന്നു, അള്ളാഹു തന്നെ പറയുന്നു, ഞാൻ മാത്രമല്ല സൃഷ്ടാവ്, വേറെ സൃഷ്ടികളുണ്ട്, അള്ളാഹു സൃഷ്ടിക്കുന്നത് പോലെ തന്നെ സൃഷ്ടിച്ചു എന്ന് അള്ളാഹു പറയുമ്പോൾ അള്ളാഹു എന്ന് പറയുന്ന ഏകദൈവമല്ല, അവിടെ ഉണ്ടായിരുന്ന അനേകം ദൈവങ്ങളിൽപ്പെട്ട ദൈവങ്ങളിലും ഒന്ന് മാത്രമാണ്. ഈ ഒന്നായിട്ടുള്ള ഈ ഗോത്രദേവൻ വരുന്നതിന് മുൻപ് പ്രപഞ്ചം ഉണ്ട്, ഇവിടെ മനുഷ്യരുണ്ട്, ഇവിടെ ഇതിനെയൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. നിങ്ങൾ അതിനെ വേണം ആരാധിക്കാൻ. അല്ലാതെ ഈ ഒരു 361 ഒരു ഗോത്രദേവനെ അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്. ഒരു മനുഷ്യന് വേണ്ടിയിട്ട് പെണ്ണ് പിടിക്കാനും സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള കുറെ ആയത്തുകൾ ഇറക്കാനും അവന് വീട്ടിൽ ആരൊക്കെ വരാം, അധികം നേരം ചുറ്റിത്തിരിഞ്ഞ് നിൽക്കല്. പുള്ളിക്കാരന്റെ പിതൃ സഹോദരി പുത്രിമാര്, മാതൃ സഹോദരി പുത്രിമാര്, അതായത് നമ്മള് സഹോദരിമാരായിട്ടും ചേച്ചിമാരായിട്ടും നമ്മളുടെ അമ്മയായിട്ട്, അതായത് ഇസ്ലാമിന്റെ രീതിയിൽ പറഞ്ഞ് ഉമ്മയായിട്ടൊക്കെ കാണേണ്ട ആളുകളെ എല്ലാം നിനക്ക് വിവാഹമൂല്യം അനുവദിച്ചു തന്നിരിക്കുന്നു, കെട്ടുന്നു എന്നൊക്കെ പറയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അതൊരു അത് സത്യദൈവമല്ല. പോട്ടെ, ആ ദൈവത്തിനൊരു വിവരക്കേട് വന്നു. ഇത്തരത്തില് ബന്ധുക്കളെയും സഹോദരിമാരെയും ഉമ്മമാരെയും തിരിച്ചറിയാതെ ഇവരെയൊക്കെ കെട്ടിക്കോളാൻ ഒരു ദൈവം പറഞ്ഞു. ഓക്കെ, ഒരു ഗോത്രദൈവം പറഞ്ഞു. പക്ഷെ ഒരു മനുഷ്യനായിട്ടുള്ള ഒരു സാധാരണക്കാരന് നമുക്കൊരു തിരിച്ചറിവ് വേണ്ട. ഇതെന്റെ സഹോദരിയാണ്, ഇതെന്റെ ഉമ്മയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്കൊരു ബോധ്യം വേണ്ടേ? ആ ബോധ്യം നഷ്ടപ്പെട്ട ഒരാൾ എങ്ങനെയാണ് മാനവരിൽ മഹോന്നതനും ഉത്തമനും ഒരു പ്രവാചകനും ആകുന്നത്? അത് പ്രവാചകനാകില്ലല്ലോ. അപ്പൊ തന്റെ സഹോദരിമാരെയും ഉമ്മയെ പോലെ കാണേണ്ടവരെ പോലും വെറുതെ വിടാതെ അവരെ ഭോഗിക്കാൻ വേണ്ടിയിട്ടുള്ള തന്റെ ആഗ്രഹം ഒരു ദൈവത്തെ, ഒരു കുക്കടാച്ചി ദൈവത്തെ ഉണ്ടാക്കി വെച്ചിട്ട് അതിലൂടെ നിവർത്തിക്കുന്ന കാര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എനിക്കൊരു ദൈവം എനിക്കൊരു ആയത്ത് തന്നു, എന്റെ സഹോദരിയെ വേണമെങ്കിൽ എനിക്ക് വിവാഹം കഴിച്ചിട്ട് ഭോഗിച്ചോളാൻ എനിക്ക് ആയത്ത് തന്നിട്ടുണ്ട് എന്നൊരു ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് എഴുതി വെക്കുവാണ്. ഈ ദൈവം ആരാണ്? അതും ഈ ഇങ്ങേര് തന്നെ, ഇങ്ങയുടെ ഫേക്ക് ID. പോട്ടെ, 1400 വർഷം മുമ്പ് ഒരു ഞരമ്പൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഇന്നത്തെ ഈ ആധുനിക കാലത്ത് ജീവിച്ചിരിക്കും നിങ്ങൾക്കൊന്നും തിരിച്ചറിവ് വേണ്ടേ? ഇതൊരു മാന്യനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് കൂട്ടാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയാണോ ഇത്? ഒരു സാധാരണ ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ തന്റെ സഹോദരിമാരെ കുറിച്ചിട്ടും ഇങ്ങനെയുള്ള ആളുകളെ, ബന്ധുക്കളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഉമ്മയായിട്ട് കാണേണ്ട ആളുകളെ ഉമ്മയുടെ സ്ഥാനത്ത് കാണേണ്ട ആളുകളെയൊക്കെ കെട്ടിക്കൊള്ളാൻ പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ പിന്തുടരണോ? ഇയാളൊരു മനുഷ്യനാണോ എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ?
പക്ഷെ അതുപോലും ചിന്തിക്കാതെ നിങ്ങളുടെ ബുദ്ധിയെ ഈ പറയുന്ന ആ മനുഷ്യൻ മരവിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന വലിയൊരു അപകടത്തിലാണ്. അത്രയ്ക്കും നിങ്ങളുടെ ബുദ്ധി അത് കാർന്നു തിന്നു. നിങ്ങൾ ചിന്തിക്കുക, ഇതൊരു ദൈവികമല്ല, ഇതൊരു സത്യപ്രവാചകനല്ല. മറിച്ച് വീണ്ടും പറയുന്നു, ഇതൊരു 1400 വർഷം മുമ്പ് ജീവിച്ചിരുന്ന സ്വന്തവും ബന്ധവും ഒന്നും അല്ലെങ്കിൽ ബന്ധുക്കളെയും തന്റെ മാതാപിതാക്കളായിട്ട് കാണേണ്ട ആളുകളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വ്യക്തി തന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു 360 ചാരി അതിലുണ്ടാക്കിയിരിക്കുന്ന ഒരു പുസ്തകം മാത്രമാണ് ഇത്. അതൊരു സത്യദൈവം അല്ല. അതുകൊണ്ട് നിങ്ങൾ സത്യദൈവത്തെ തിരിച്ചറിയുക. സത്യദൈവത്തെ അറിഞ്ഞിട്ട് നിങ്ങൾ സത്യത്തിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. സെയിൻ അവിടെ ഉണ്ടോ? സെയിൻ മുകളിൽ കയറി ഒന്ന് സംസാരിച്ചായിരുന്നോ? സെയിനെ കേറി വാ. ഹലോ, ചെക്കിങ്. ഞാൻ ഓഡിബിൾ അല്ലേ എബി? ബോബി അതെ കേട്ടോ? ഒടിവുള്ളാണ്. സെയിൻ വന്നായിരുന്നോ? വന്നില്ല ഇല്ല. ബ്രദറെ, വിളിച്ചിട്ടുണ്ട്. വന്നില്ല, ആ, വിളിച്ചായിരുന്നു. അല്ല, പുള്ളി ചാറ്റ് ബോക്സിൽ ഇരുന്ന് വല്ലാണ്ട് മെഴുകുണ്ടല്ലോ. വാ സെയിനെ. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ 10 വരെ എന്നോടുള്ള കയറി വരണം. 10 സെക്കൻഡ് സമയം തരും. ഹാൻഡ് റൈസ് ചെയ്യുക, കയറി വരാം. അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ മെഴുകാനുള്ള ധൈര്യം നിങ്ങൾക്കുള്ളൂ. അള്ളാഹുവിനെ പോലെ മുഹമ്മദിനെ പോലെ ഞങ്ങൾ വിചാരിക്കും. വരുന്നോ? വരുന്നോ? സെയിൻ കയറി വരണോ? 4. സെയിൻ കയറി വരണോ? എന്താ ചെയ്യാ? സെയിനെ വാ. കേറി വാ സെയിനെ, വേഗം. ഉറക്കം വരണു. ഓക്കെ, ഇനി മേലെ ചാറ്റിലിരുന്ന് അനാവശ്യം മെഴുകിയ പിടിച്ച് റൂമിൽ നിന്ന് പുറത്താക്കും. കയറി വരാൻ ധൈര്യം ഉണ്ടെങ്കിൽ കയറി ഒന്ന് സംസാരിക്കുക. 2 വട്ടം കണ്ടിരിക്കുക, ഇൻവൈറ്റ് പുള്ളി ചെയ്തായിരുന്നു കേട്ടോ. പുറത്തായിരിക്കും. 2 വട്ടം ഇൻവൈറ്റ് ചെയ്തായിരുന്നു. പിന്നെ എന്താ ചെയ്യാനാ? പുള്ളി കയറി വരാൻ അല്ല വൈകി. അവിടെ ഈ ഇരിക്കട്ടെ, ഈ- പുള്ളി പോട്ടെ. പറഞ്ഞോട്. അല്ല അവിടെ ഇരിക്കട്ടെന്ന്, ചുമ്മാ ഇത് കേൾക്കുമ്പോ ഒരു ചൊറിച്ചിൽ വരട്ടെന്ന്. എവിടെ? പുള്ളിക്ക് ചോർച്ചിലൊക്കെ പണ്ടേ ഉള്ള അസുഖ. അല്ല ഇനി വരാനൊന്നുമില്ല. ജെന്റിൽ ബ്രദറെ, ഇത് കേൾക്കുമ്പോ നമ്മുടെ മുമ്പ് ഈ ചിരിച്ചു കാണിക്കുന്നുണ്ടല്ലോ, അവരുടെ ഹൃദയത്തിൽ എങ്ങനെ ആയിരിക്കും അറിയാമല്ലോ എങ്ങനെയാന്നുള്ളത്. അതത്രേ ഉള്ളൂ, പാവങ്ങള്. ഭയങ്കര വേദനയാ. ഇവര് നമ്മള് ഇങ്ങനെ കാണുന്ന പോലല്ല. ജെന്റിൽ ബ്രദർ എന്നെക്കാളും നല്ലതുപോലെ അറിയാം. ഇത് നമ്മുടെ മുമ്പിൽ വെച്ച് ഭയങ്കരമായിട്ട് ചിരിച്ചു കാണിക്കുമെങ്കിലും ഇവരകത്ത് കരച്ചിലാ ഇവര് ഉള്ളിന്റെ ഉള്ളിൽ. അതിനെന്താ അയ്യോ നമ്മുടെ പറയാ? മുല്ലാഹുവിനെ ഇങ്ങനെ ദീനരോധനം. അത് തന്നെ. ഓ, ദീൻ രോദനം. അതാണ് കേട്ടോ എന്റെ വാക്ക്. ഇപ്പഴാ കിട്ടിയത്. ഓ, ഐ ആം ദി അണ്ടർസ്റ്റാൻഡിങ് കമ്മിങ് നൗ. ദ അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ് കമ്മിങ് ലൈക്ക് എ മഴ. ഇത് എന്തൊരു കഷ്ടമെന്ന് നോക്കിക്കോണം. ഇവർക്ക് ഇവരുടെ വിശ്വാസത്തിനെ ഒന്ന് വന്ന് ഇവർക്ക് ഒന്ന് ഒരു അവിടെ ഒരു ത്രെഡ് ഇട്ടേക്കുവാണ്. ഞാൻ വിചാരിച്ചു മുഹമ്മദിന്റെ മാതൃക പറഞ്ഞപ്പോ നമ്മള് ക്രിസ്ത്യാനികളെ എല്ലാം ക്ലബ് ഹൗസിൽ നിന്ന് ഓടിക്കുന്നു വിചാരിച്ചു. ഇവര് ആ വയളപറച്ചിൽ തന്നെ വയളപറച്ചില്, നെവർ എൻഡിങ് നോൺസെൻസ് ആണ്. അത് ഞങ്ങള് ഇത് ചെയ്യുന്ന ചില കർമ്മം പണ്ടുള്ള നേരത്തെയുള്ള പ്രവാചകന്മാര്, എടാ നിന്റെ പ്രവാചകൻ ചെയ്തെന്ന് പറ. അല്ല, നേരത്തെ ഉള്ള ഏത് പ്രവാചകൻ ചെയ്തു? കോടാലി കൊണ്ട് ചെയ്തില്ലേ ഇബ്രാഹിക്ക? ആര് ചെയ്തു? എവിടെ? ഖുറാനിലുണ്ടോ? ഖുറാനിലില്ല. അത് ഞങ്ങള് പിന്നെ പിന്നെ എവിടെ? കേട്ടതാ ഹദീസിലെ. അല്ല, ഈ ഖുറാനിൽ ഇല്ലെങ്കില് പിന്നെ എവിടെ ഉണ്ടാവാനാ?
അതൊരു ഖുറാനില്ല, പിന്നെ ഖുറാൻ കൈയിട്ട് എഴുതി ഉണ്ടാക്കി ഹദീസിൽ എഴുതി ഉണ്ടാക്കണം. എടാ, ഖുറാന് മുമ്പ് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ എഴുതിപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. അതല്ലേ മുൻപുള്ള പ്രവാചകന്മാരുടെ ഗ്രന്ഥം, അതിൽ വല്ലതും ഉണ്ടോ നോക്ക്. ഉണ്ടെങ്കിൽ സമ്മതിക്കാം. ഇത് അതിലില്ലാതെ തോന്നിയെടുത്ത് എഴുതി വെച്ചിട്ട് ഇത് ഞമ്മന്റെ ആളാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാനാ? ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ എന്റെ അയൽവക്കത്ത് ഒരു കുട്ടി ഉണ്ടായി. ഞാനൊരു 20 വർഷം കഴിഞ്ഞിട്ടൊരു ബുക്ക് എഴുതുകയാണ്. ആ കുട്ടി എന്റെ അല്ല, ആ കുട്ടി എന്റെ അല്ല. എടാ, അങ്ങനെ എഴുതേണ്ട ആവശ്യം എന്താ? ആ കുട്ടി നിന്റെ അല്ലെങ്കിൽ നിന്റെ അല്ല, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഒരു പുസ്തകം ഇറക്കി കൊടുക്കണോ? ഒരു ബുക്ക് എഴുതണോ ആ കുട്ടി എന്റെ അല്ല എന്ന് പറയാൻ? ഇത് കൊള്ളാലോ. ആരോടെങ്കിലും സാമീപ്യം തോന്നുമെങ്കിൽ തികച്ചും യാദർശികം മാത്രം. പാവം, ഇങ്ങനെ ആയിപ്പോയല്ലോ ജയനെ. സങ്കടമുണ്ട്. നിങ്ങളുടെ കാര്യം ഓർത്തിട്ട് പരിതാപം തോന്നുന്നു. ആകെ മൊത്തം പരിതാപകരമാണ്. സോഷ്യൽ മീഡിയ വന്നത് ഇവർക്ക് എന്തൊരു അടിയായി പോയെന്നാണ്. Internet, social media is a secondary aspect. The first aspect is the internet. Internet itself is a big problem for them, right? When it began, some religion started being shattered to the scratch. എല്ലാ ഈ കള്ളത്തരങ്ങൾ ഉണ്ടാക്കിയ എല്ലാവരും ഷാറ്റർ ആകുന്നുള്ള. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സം who try to fabricate and try to fool people. They all in a Yeah. serious problem. ഈ പണ്ടങ്ങാനും ഈ പുസ്തകം മൊബൈലിൽ ഇറങ്ങിയതെങ്കിൽ ആട് തിന്നത്തില്ലായിരുന്നു. ഇതിപ്പോ അതിലും ഉണ്ടായില്ല, ആട് നിന്നോണ്ട്. യേശോ, കഷ്ടം. Exactly. Anyway, there are so many things which is happening. പക്ഷെ നിങ്ങൾ ഹാത്തൻ ഡാഷിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സഹോദരിയെ കാണാനില്ല 3 ആഴ്ചയായിട്ട്. ഇവന്മാര് വല്ലതും ചെയ്തോന്നാ സംശയം. കാരണം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിത്തറ ഇളക്കിയ സ്ത്രീ. റീസെന്റ് ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു ലാസ്റ്റ് വീക്കോ ഫ്യൂ വീക്സ് ago that she was safe. അത് ജെയ്സ്മിത്തിന്റെ വന്നു, ഡേവിഡ് വുഡിന്റെ അപ്ഡേറ്റ് വന്ന് 2-3 മെയിൽ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് എഴുതിയേക്കുന്നത് ഐ എം നോട്ട് ഇൻ എ പൊസിഷൻ ടു ടോക്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ഇപ്പൊ എന്റെ മൊബൈൽ കിട്ടിയെന്നിരിക്കട്ടെ ആരുടെങ്കിലും കയ്യിൽ, ആ മൊബൈലിനകത്ത് എന്തായാലും ഇമെയിലൊക്കെ കോൺഫിഗർ ആയിരിക്കുമല്ലോ. അങ്ങനെ അയച്ചതാണോ ആരെങ്കിലും വേറെ ഏതെങ്കിലും കക്ഷി? ഞാനിന്ന് ജയസ്മിത്തിനെ കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ. അതല്ല, പിന്നെ ഒരു ചാൻസ് പറയുന്നത് പുള്ളിക്കാരുടെ ലൈഫ് റിസ്ക് ആൻഡ് ഇവരെ എവിടെയെങ്കിലും അവിടുത്തെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് എവിടെയെങ്കിലും മാറ്റി താമസിപ്പിച്ചേക്കുന്നത്. കാരണം ഒരു ചങ്ങാതിയെ പിടിച്ചായിരുന്നു കുറെ നാളുകൾക്ക് മുമ്പ്. പുള്ളി അങ്ങോട്ട് 5000 പൗണ്ട് ഒക്കെ ആയിട്ട് വന്നിട്ട് പുള്ളിക്കാരിയെ കൊല്ലാനായിട്ട് ഇത് ചെയ്ത് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചായിരുന്നു, അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ സ്ഥിരം പരിപാടിയല്ലേ. ഇപ്പൊ ഈ നമ്മുടെ ഈ സാമുവൽ പാട്ടിയൊക്കെ കൊന്നില്ലെന്ന് ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വന്നല്ലോ. അയ്യോ, ഇതാരും കാണുന്നില്ലേ, പ്രവാചകനെ ആൾക്കാർ കാർട്ടൂൺ വരച്ച് നിന്ദിക്കുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു ഭ്രാന്തൻ എഴുന്നേറ്റ് വരുന്നു, കൊല്ലുന്നു. അതേപോലെ ജോസഫ് മാഷ കേസും അത് തന്നെ ആണല്ലോ, ഈ പത്രത്തിലൂടെ വന്ന് ഇതാക്കിയതല്ലേ. സെയിൻ വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോവുകയാണ്. അവസാനം ഞാൻ പോയിട്ട് ഇനിയിപ്പം ജെന്റിൽ ബ്രദറെ പോലെ ഒറ്റ ഒരു കാര്യമുണ്ട്, അത് പോലെ നിങ്ങൾ വരാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നു. എന്താ പറയാ ബ്രോ? നമ്മള് മുമ്പേ വായിച്ചു നിർത്തിയെടുത്ത ഒരു ചെറിയ കാര്യം പറയൂ. അതൊന്ന് പറയണം, വായിക്കാമേ. അതായത് പിന്നെ ഒറ്റ മിനിറ്റ്. നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്നതിനെ പറ്റിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. ഇത് ഈസ പറയുന്ന കാര്യമാണ്. അത് ഈ സാധനം എന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറയണം. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അല്ല, ഇപ്പൊ നിങ്ങളിപ്പോ തൽക്കാലം അറിയണ്ട, നല്ലത്. എന്റെ വീട്ടിൽ ഞാൻ എന്ത് സൂക്ഷിച്ചു വെച്ചപ്പോ നിങ്ങൾ തൽക്കാലം അറിയണ്ട. നിങ്ങൾ അതിന്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കണം. അതിന്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്ക്. സൂപ്പർ പരിപാടിയാ. അതെല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പറഞ്ഞാൽ നമ്മുടെ നഹാസ് ഉണ്ടല്ലോ,
അപ്പം വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നൊരു പുള്ളിയാണ് നഹാസ്. കയറി വരുന്ന നഹാസേ, അക്കിപ്പുറത്തോട്ടൊക്കെ വളരെ നന്നായിട്ട് സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നഹാസ് കയറി വരുന്നുണ്ടോ? നഹാസ് ഉണ്ടോ? നഹാസ് വരുമോ? സോറി, പുള്ളി He's a തിരക്കാണ്. like he used to talk nicely. തെറിയൊന്നും പറയാത്തൊരു മനുഷ്യനാണ്. അല്ലല്ല, സംസാരിക്കാൻ പറ്റും. അദ്ദേഹം വളരെ എപ്പോഴും വളരെ മാന്യമായിട്ടും വളരെ കെയർഫുൾ ആയിട്ട് ഞാൻ പുള്ളിയോട് സംസാരിക്കുന്ന ഒരു വ്യക്തി. സംസാരിച്ചിട്ടുണ്ട്. അതെ അതെ, യാ, ഭയങ്കര കെയർഫുൾ ആയിട്ട്. ഇന്റലിജന്റ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം തിരക്കാണ് കേട്ടോ. ഇൻവൈറ്റ് ചെയ്തിരുന്നു. ആയിരിക്കും. എനിക്ക് സെയിനോടാ സംസാരിക്കണ്ട. സെയിൻ പ്ലീസ് കം. സെയിൻ, ഐ എം സോറി ഗൈസ്. സെയിൻ പ്ലീസ്. സെയിൻ മുസ്ലിം അല്ല കേട്ടോ. കൂടെ 4 ഫോളോവേഴ്സ് ഉണ്ട്. 4 ഫോളോവേഴ്സ്. എൻ്റെ ബ്രദർ എത്തിസ്റ്റ് ആണോ? ഞാൻ പോയി പിന്നെയും കയറി വന്നു. കാരണം ഞാൻ പോയ സെയിൻ കയറി വരുമോ നോക്കാൻ വേണ്ടി ഒന്ന് പോയതാ. ഓക്കെ ഗൈസ്, താങ്ക് യു. സീ യു ഓൾ, ബൈ. പോയി കിടന്നൊന്ന് ഉറങ്ങണം. നല്ല ഉറക്കക്ഷീണമുണ്ട്. ജെന്റിൽ ബ്രദറെ, മൈക്കിൾ ബ്രദറെ, DP മാറ്റിയല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അല്ല, നമ്മളെ ഈ പുള്ളിക്കാരനെ കുറിച്ച് സംസാരിക്കുന്ന തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലേ ഒരു വിഷമമല്ലേ. പക്ഷെ കാലൂടെ കാണാവുന്ന രീതിയിലായിരുന്നല്ല. ഇനിയിപ്പോൾ ക്ലബ് ഹൗസിൻ്റെ ടീമുമായിട്ട് ബന്ധപ്പെടണം, കുറച്ചുകൂടെ വലുതാക്കി തരണം എന്ന് പറഞ്ഞിട്ട്. കാരണം പ്രൊഫൈൽ പിച്ചിടുന്നുണ്ടെങ്കിൽ വട്ടത്തിൽ ഇത്രയേ ഉള്ളൂ. കാല് കണ്ടു വലിയ കാര്യമൊന്നുമില്ല ബ്രദറെ. കാല് മറ്റേ തീക്കകത്താ, നരകത്തിൽ കിടക്കുകയാണ്. അത് തന്നെ മുമ്പേ മാത്യു ബ്രദർ പറഞ്ഞ പോലെ ഇതെല്ലാം പുള്ളിക്ക് ഉണ്ട്. ഇപ്പൊ കൈയും കാലും ഇതെല്ലാം ഉണ്ട് പുള്ളിക്ക്. ഒറ്റക്കാലം വലത് സൈഡ് 2 കൈയും. എന്നൊരു ഡിസൈനാ അല്ലേ? ഈ പുള്ളിക്കാരനാ ഈ ലോകം ഉണ്ടാക്കിയെന്ന് പറയുമ്പോ ചിരിക്കല്ല, എന്താ പറയാ. എന്നിട്ടേ നമ്മുടെ മെഹബൂബ് വന്നിട്ട് രാവിലെ മൊത്തം പിതാവ് 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 സൃഷ്ടിതാവ് സൃഷ്ടിതാവ് പിതാവ് പിതാവ് എന്നങ്ങ് ഗിബോബതൊക്കെ ഇപ്പൊ ഫുൾ ബിസിയാണ്. മറ്റേ ത്രെഡ് ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ തൊട്ടേ ഉണ്ട്. പക്ഷേ എങ്കിൽ ഇപ്പോഴാണ് നമ്മുടെ റൂമിലോട്ട് വരുന്നത്. ഗിബോബതെ കേൾക്കുന്നുണ്ടോ? ഹലോ, ആക്കി ബ്രദറെ പറഞ്ഞോളൂ.
ഓക്കെ. അല്ലല്ല, ഞാനത് ആ ഒരു ഇപ്പൊ പറഞ്ഞ ആ ഒരു കമന്റ് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മുടെ മെഹബൂബ് ഒക്കെ വന്ന് പിതാവെന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്ന സമയത്ത് ഈ ഖുറാനിൽ എന്തുകൊണ്ടാണ് പിതാവെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമൊക്കെ നമ്മളെടുത്ത് വായിച്ചു. അപ്പോ അതിനെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന പിതാവെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം അവഗണിച്ചുകൊണ്ട് ബൈബിളിൽ പറയുന്നത് പോലെ പിതാവെന്ന് അദ്ദേഹം വിളിക്കണമെങ്കിൽ ഒന്നൊരു ബിബ്ലിക്കൽ കൺസെപ്റ്റ് ഓഫ് ഗോഡ് അദ്ദേഹത്തിന് വളരെ മനോഹരമായി തോന്നിയിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നേ, ഖുറാൻ ഇഗ്നോർ ചെയ്യുന്നതായിരിക്കണം. ഇതിനകത്ത് ഏതാ അതിനുള്ള സാധ്യത എന്തോ ശരിക്കും പറഞ്ഞാൽ? കാരണം വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിതാവല്ല, അത് ഒരു കാരണവശാലും ഏത് വിധത്തിലും അള്ളാഹുവിനെ പിതാവെന്ന് വിളിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു മുസ്ലിം കൺസെപ്റ്റ്. സോ എനിക്കതൊരു ഇച്ചിരി ക്യൂരിയസ് ആയിട്ട് തോന്നുന്നു. എക്യു ബ്രദറെ, ഇത്തരം കാര്യമുള്ളൂ. ഇപ്പം ഈ ചില കുട്ടികൾ, അതായത് ചില പ്രായത്തിൽ ചില വീട്ടിൽ അവർക്ക് ആവശ്യത്തിനുള്ള സ്നേഹമോ പിന്നെ ലാളനയോ പരിഗണനയോ ഒക്കെ കിട്ടാതിരിക്കുമ്പം അവര് പല കിട്ടുന്ന സ്ഥലത്തേക്ക് അവര് പോകാറില്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ മെഹബൂബിനെ പോലുള്ള ആളുകൾക്ക് അവിടെ കിട്ടാത്ത അതായത് അവരുടെ ദൈവത്തിന്റെ അടുക്കൽ കിട്ടാത്തൊരു പരിഗണന, അവരുടെ പിതാവിനെ ദൈവത്തെ പിതാവേന്നോ അല്ലെങ്കിൽ ആ ഒരു ഇന്റിമസിയിലേക്കൊന്നും അവർക്ക് ചെല്ലാൻ കഴിയത്തില്ല. അപ്പൊ അത് കിട്ടുന്ന സ്ഥലം ഇവിടെയാണ് എന്നുള്ളത് കൊണ്ട് ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് ഒരു ഒരു ചെറിയ കാര്യം. എനിക്ക് തോന്നായികയില്ല അത്. കാരണം വെച്ചാല് നമ്മള് ഞാന് ഈ ഖുറാൻ വായിച്ച സമയത്ത് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം അതാണ്, അള്ളാഹുവിനെ പിതാവെന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. അതിന് പല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒന്ന്, ഈ ഖുറേശികള് അള്ളാഹുവിന് 3 പെൺമക്കളെ ഇതിനു മുമ്പ് ചാർത്തിയിരുന്നു. അപ്പൊ അതിനെ ഒഴിവാക്കി 2 ക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിലുള്ള മുഹമ്മദിന്റെ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹുവിന് ഒരു മകനുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ മഹത്വമുള്ളവനാണ്, ഒരു കുഞ്ഞുണ്ടാകുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ മഹത്വമുള്ളവനാണെന്നൊക്കെ പറഞ്ഞ് അവർ ആ ഒരു ഇത് കൊടുക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. അള്ളാഹു ആർക്കും ജന്മം നൽകിയിട്ടില്ല, അള്ളാഹു ജനിച്ചിട്ടുമില്ല എന്നുള്ള കാര്യം. അപ്പൊ ഒരു വിധത്തിലും ഈ അള്ളാഹുവിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള പിതൃത്വവും പറയുന്നില്ല. അപ്പോ ആ ഒരു ആയത്തിൽ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു ചെറിയ സ്റ്റഡി ചെയ്യാവുന്ന ഒരു പോർഷൻ ആണത്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ് മനുഷ്യർ, അല്ലാതെ അള്ളാഹുവിന്റെ മക്കളല്ല എന്ന് പറയുന്ന ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഭാഗം അത്. എനിവേ, സോ അത് നമുക്ക് ശരിക്കും സ്റ്റഡി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണത് കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോർഷൻ അത്. എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ നമുക്ക് അത് ചെയ്യണം. അല്ല, അങ്ങനെ ഇരിക്കെ പോലും കേൾക്കാവോ? ഹലോ, കേൾക്കാവോ? യെസ് യെസ്, കേൾക്കാം. അങ്ങനെ ഇരിക്കെ പോലും നമ്മുടെ ആ സഹോദരൻ കയറി വന്ന് പിതാവേ എന്ന് വിളിക്കുമ്പോൾ വളരെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ ഒക്കെ ആ ഒരു സമീപനം വളരെ വ്യത്യസ്തമായിട്ട് തോന്നുന്നു. മറ്റ് മുസ്ലിങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് തോന്നുന്നു എനിക്കത്. കാരണം വെച്ചാല് ഞാൻ ആരെയും കണ്ടിട്ടില്ല അങ്ങനെ ഈ അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കുന്ന വേറെ മുസ്ലിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ശ്രദ്ധയിൽ വേറെ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവര് സത്യത്തില് ദൈവത്തെ, അവരുടെ ദൈവം എന്ന് അവര് പറയുന്ന ഒരു സംവിധാനത്തെ അവര് വളരെ ഭയപ്പാടോടുകൂടിയാണ് അവര് അങ്ങനെയാണ് അവരുടെ ഒരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലോട്ട് വരുമ്പോൾ നമ്മളെ സ്നേഹിക്കുകയും ശിക്ഷിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ കഴിയുന്നത്. അല്ലാതെ പിന്നെ ഒരു കാര്യം കൂടെ, രക്ഷിച്ചേക്കാം അല്ലെങ്കിൽ വിടുവിച്ചേക്കാം, അല്ലെങ്കിൽ വിടുവിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളെ രക്ഷിക്കാൻ സാധ്യതയുണ്ട്, കേൾക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നതിൽ നിന്നും ഒത്തിരി നല്ല അതിന്റെ നേരെ വിപരീതമായിട്ടാണ്
ബൈബിള് പരിചയപ്പെടുത്തുന്ന ദൈവം പറയുന്നത്. അപ്പോ മറ്റൊരു കാര്യം, ഇനി ഈ ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ നമ്മൾ പറഞ്ഞാൽ ബ്രദറെ, ഈ മെഹബൂബ് വന്നിട്ട് നമ്മുടെ ഇടയിൽ ഒരു പിന്നെ ഞാൻ പറയുന്ന ഷിർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇനി ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ബ്രദർ തിരക്കാണോ ബ്രദറെ? ഞാൻ ആക്ച്വലി ഓഫീസ് വർക്കിന്റെ പണിയുടെ ഇടയിലാ. പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചെറിയ സമയം മാറ്റിയെടുക്കാം. വേറെ ആരും സംസാരിക്കുന്നില്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം. പക്ഷെ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അതായിരുന്നു നല്ലത്. ഞാൻ